അടിസ്ഥാനത്തിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. രണ്ട് വിഷയം ഞാൻ പറഞ്ഞു. ഒന്ന്, മശായിഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ പഴയ നിലപാടും പുതിയ നിലപാടും, ഇസ്തിഗാസയിൽ പഴയ നിലപാടും പുതിയ നിലപാടും. ഇനി ഇസ്തിഗാസന്റെ അടിത്തറയിലേക്ക് നമുക്ക് പോകാം. ഇസ്തിഗാസ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഔലിയാക്കന്മാർക്ക് തദ്ബീർ ഉള്ളത് കൊണ്ടാണ്, ഔലിയാക്കന്മാർക്ക് നിയന്ത്രണമുള്ളത് കൊണ്ടാണ്. നിയന്ത്രണാധികാരമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് തേടുന്ന അർത്ഥനയാണ് ഇസ്തിഗാസ, സഹായാർത്ഥന. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത് അള്ളാഹുവിനാണ് എല്ലാ അധികാരവും എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും തർക്കമല്ല. ബിയദിക്കൽ ഖൈർ ബിയദിഹിൽ മുൽക്ക്, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ്. യുദബ്ബിറുൽ അംർ, അതിലൊക്കെ ആർക്കാ തർക്കമുള്ളത്? ഇവിടെ തർക്കം നിലനിൽക്കുന്നത് എവിടെ? അതൊക്കെ ഉള്ള അല്ലാഹു തആല അവന്റെ ഹബീബിനത് നൽകുമോ? ഔസുല്ലാദവനത് നൽകുമോ? നൽകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിലുള്ള ഇവരുടെ രണ്ട് നിലപാട് ഞാനൊന്ന് പറയാൻ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൗഹീദിൽ വ്യക്തമായ രണ്ട് ആശയങ്ങളിലേക്ക് ഇവർ കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിൽ അതുണ്ട്, ഇതൊന്നും കൂടി വ്യക്തമാവും. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു 4 പ്രഭാഷണങ്ങളിലെ ഒരു ശകലം കാണിക്കുകയാണ്. പഴയ വാദും പുതിയ വാദും പറയുമ്പോൾ നമ്മൾ രണ്ടും കേൾക്കണമല്ലോ, എന്നിട്ട് നമുക്കതിനെ താരതമ്യം ചെയ്യണം. പ്രസംഗിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. മൂപ്പര് പറയുന്ന അന്നത്തെ ഒരു പ്രസംഗം, ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്തോതിയിട്ട് അദ്ദേഹം പറയുന്ന പഴയ പ്രസംഗം ഒന്ന് കേൾക്കുക. ഇപ്പം മൂപ്പരന്നെ അവിടുന്ന് ഗീർ മാറ്റിയിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കും. മൂപ്പര പ്രസംഗം പുതിയത് വരുന്നുണ്ട്. അതിനു മുമ്പ് അന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയട്ടെ. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബി സിയം വലിയില്ല, സിയം വലിയുള്ള എന്ന പേരിലാണ് മഷ്ഹൂർ. അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്. പഴയ പ്രസംഗ അത്രയും വലിയ മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ. കുട്ടികൾ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിർത്ത്. നിങ്ങൾ പോയിന്റ് മനസ്സിലുറപ്പിച്ചു വെക്കേണ്ടതാണ്. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. അല്ലാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. തുടരട്ടെ. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ
ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ല തൻ്റെ തഫ്സീറുൽ കബീറിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ബദരീങ്ങളുടെ അർവാഹുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുന്നു. ശുഹദാ ഉഹദിന്റെ അർവാഹുകളെ ഏൽപ്പിക്കുന്നു. എത്രയാണ് ബദരീങ്ങളെ പേര് പറയുന്ന ആളുകളെ ആക്രമിക്കാൻ വരുമ്പോ പേടിച്ച് ഓടിപ്പോയ സംഭവങ്ങൾ എത്രയുണ്ട്. അൽഹംദുലില്ലാഹ്. ബദരീങ്ങൾ, ഉഹദീങ്ങൾ, അതുപോലെയുള്ള സഹാബത്ത്, അപ്രകാരമുള്ള അതിനുശേഷമുള്ള ഔലിയാക്കൾ, ഈ ഔലിയാക്കളുടെ അർവാഹുകളെ അല്ലാഹു തആല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിയന്ത്രണമാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും. അതൊരു പോയിന്റാണ്. ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, ഹയാത്തിന്റെ ശേഷവും നിയന്ത്രിക്കും. നിയന്ത്രിക്കുന്നത് അള്ളാഹു അവരെ ഏൽപ്പിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ കാര്യങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി പറയട്ടെ. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞോ നേരത്തെ? മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നു. എല്ലാ നിയന്ത്രണവും എന്ന രൂപത്തിലാണ് വിശദമായി പറഞ്ഞത്. ഇനി ഞാൻ വേറൊരു വഴലും കൂടി കേൾപ്പിക്കുകയാണ്. അത് പഴയ ഒരു വഴലാണ്, ഇതിൻ്റെ മുമ്പാണ്. അതിനു മുമ്പ് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ വരെ ഔലിയാക്കന്മാരെ നിയന്ത്രിക്കും. ലോകത്തുള്ള മനുഷ്യരെ ഹൃദയം മാത്രമല്ല, എല്ലാ വസ്തുക്കളെയും ലോകത്തെ തന്നെ നിയന്ത്രിക്കും. ഇതേ ആയത്താണ് അവിടെ ഓതുന്നത്. വെക്കട്ടെ, നേരത്തെ വന്ന് വരട്ടെ. നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ കിബിർ വരാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ഗർവ് വരാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ അസൂയ വരാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ചീത്തയായ വിചാരങ്ങളും വികാരങ്ങളും വരാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ഏത് സമയത്തും രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ, ഈ ഹൃദയത്തെ നിയന്ത്രിക്കാൻ അതിലുള്ള മന്ത്രിമാരാണ്, അതിലുള്ള സെക്രട്ടറിമാരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫൽ മുദബ്ബിറാത്തി അംറാ. ലോകത്തിനെ നിയന്ത്രിക്കുന്നവർ ആ ആളുകൾ അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും, മൗത്തിന്റെ ശേഷവും നിയന്ത്രിക്കും. എപ്പോഴും നിയന്ത്രണമാണ്. അന്നത്തെ പ്രസംഗം മുഴുവനും അതാണ്. ഫൽമുദബ്ബിറാത്തി അംറാനാണ്. ഹൃദയത്തെ വരെ അള്ള ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കും. ഹയാത്ത് കാലത്ത് നിയന്ത്രിക്കും, ഹയാത്തിന് ശേഷം നിയന്ത്രിക്കും, എല്ലാ കാലത്തും നിയന്ത്രിക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയലൊക്കെ അധികവും മടവൂര് ശൈഖുനായി ബന്ധപ്പെട്ട സദസ്സിലുമാണ്. മടവൂരിൽ വന്നു ഒരിക്കൽ, മടവൂരിൽ വന്നിട്ട് ഒന്നുകൂടി കൃത്യാക്കുകയാണ്. മടവൂരിൽ വരെ ഇത് പറയുമ്പോൾ മടവൂർ ശൈഖുനയുടെ ആ സ്ഥാനം മനസ്സിലാക്കി കൊടുക്കാനാണല്ലോ ഇതൊക്കെ ഓതി സ്ഥിരപ്പെടുത്തുന്നത്. കേട്ടോളൂ അടുത്ത്. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇത് എൻ്റെ വക പറഞ്ഞതല്ല, ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി
തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം. ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകൾ ആകുന്നു. അപ്പൊ ഔലിയാക്കളായ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ ഇവിടെ നിയന്ത്രണം നടത്തുന്നുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ അപ്പൊ ഔലിയാക്കളുടെ റൂഹുകൾ ഇവിടെ നിയന്ത്രണം നടത്തുന്നുണ്ട്. അവിടെയും ഫൽ മുദബ്ബിറാത്തി ഓതുകയാണ്. അങ്ങനെ എത്ര പ്രസംഗം നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ചെറിയ ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കൂടിയുണ്ട്, അതും കൂടി എൻ്റെ കൂടെ കേൾക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ വ്യാപകമായി അന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് എന്നർത്ഥം. ആർക്കും സംശയമില്ല, പഴയ തൗഹീദാണ്. AP സമസ്തയുടെ പഴയ തൗഹീദ്, നമ്മുടെ ഇപ്പോഴത്തെയും എന്നത്തെയും തൗഹീദ്, മാറ്റമില്ലാത്ത തൗഹീദ്. അവരുടെ മാറ്റം ഞാൻ കാണിക്കും. പറയട്ടെ, ഒന്നുകൂടി ചെറിയ ഉസ്താദ് ഇടപെട്ടോട്ടെ. അങ്ങനത്തെ വലിയും ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്ക് ഞാൻ ഓർപ്പെടുത്തുന്നത്, ഈ ലോകം നിയന്ത്രിക്കുന്നതാ ആവശ്യമായ ദീനീ പ്രചരണം പ്രായോഗികമായി നടത്തുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാ. അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് പല രീതിയാണ്. ആ ഔലിയാക്കന്മാരെ അല്ലാഹു തആല പഠിച്ചത് തന്നെ അവ മുതുകുന്ന കുതുബായി വന്നവരെന്ന് വഹീദീശിനെ പറ്റി പറഞ്ഞതുപോലെ മനുഷ്യരൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി ആ കളിമണ്ണിൽ റൂഹ് ഓതാൻ പോകുന്നേ ഉള്ളൂ. അവർ തന്നെ കുതുബായി മഹാനായ അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ ആരംഭം കുറിച്ചു ആദം നബി അലൈഹിസ്സലാം. ആ മഹത്വം അവിടുന്ന് കിട്ടി. ആ കിട്ടിയ മഹത്വം വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ ആദം നബിയെ സുജൂദ് ചെയ്ത് ബഹുമാനിക്കണം. ഇനി നിയമം വരാൻ പോവുകയാണ്. അമ്പിയാക്കന്മാർ വന്നതിന് ശേഷമാണ് നിയമം. ലോകം നിയന്ത്രിക്കുന്നത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. മുഴുവനും അവരുടെ നിയന്ത്രണമാണ്. കളിമണ്ണിൽ നിന്ന് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതുമ്പോൾ അത് പക്ഷിയായി പറന്നു പോവുകയാണ്. അള്ളാഹു പ്രത്യേകം കുദ്റത്ത് കൊടുത്ത ആളാണ്. എത്ര വ്യക്തം എല്ലാ സ്ഥലത്തും. ഇനി പുതിയ തൗഹീദിൽ പലപ്പോഴും പുതിയ തൗഹീദിന്റെ ഉപജ്ഞാതാവ് പറയലുണ്ട്, ലോകം മുഴുക്കെ അമ്പിയ അല്ലെങ്കിൽ റസൂല് ഇവർക്ക് എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ അതൊക്കെ മൂപ്പർക്ക് പ്രശ്നമാണ്. എന്നാൽ പഴയ ഒരു പ്രസംഗം കൂടി നമുക്ക് പഴയ തൗഹീദിന്റെ കൂട്ടത്തിൽ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടേത് കേൾക്കാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ആലമെന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത മുഴുവൻ എന്ന് തന്നെയാണ്. അതിനെല്ലാം റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നിപ്പോൾ അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായി, സ്റ്റേറ്റ് അടിസ്ഥാനത്തിലായി. അതാകുന്നതിന് മുമ്പ് ആ പഴയ തൗഹീദ് ഒന്ന് കേട്ടോളൂ. അവക്ക് ഒറ്റ മനുഷ്യനും രക്ഷപ്പെടുകയില്ല. റസൂലിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്, നബിയെ തങ്ങളെ ഞങ്ങൾ ലോകത്തേക്ക് അയച്ചിട്ടില്ല ആലമീങ്ങൾക്ക് അനുഗ്രഹമായിട്ടല്ലാതെ, മുഅ്മിനീങ്ങൾക്കല്ല മുസ്ലിമീങ്ങൾക്കല്ല മനുഷ്യന്മാർക്കെന്നല്ല, ആലമീങ്ങൾക്ക്. ആലമെന്ന് പറഞ്ഞാൽ മാസിവൽ ബായി, അള്ളാഹു അല്ലാത്തവർക്ക് ആലമാണ്. ആ സർവസാധനത്തും അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്. അതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദുൽ ബഗ്ദാദി പറഞ്ഞു, അമാനുൽ ലിഅഹ്ലിൽ അർദി മുദ്ഹല്ല ബൈനഹും ബിഹി യദ്ഫഉല്ലാഹു. നല്ല നല്ല ബൈത്തല്ലേ പാടുന്ന. അമാനുൽ ലിഅഹ്ലിൽ അർദ്, ലോകർക്ക് മുഴുവനും അഭയ കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിർഭയത്വം കൊടുക്കുന്ന സ്ഥലമാണ്, ഹദറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആലമെന്ന് പറഞ്ഞാൽ അത് മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്തത് മുഴുവനും എന്ന് തന്നെ വെക്കണം. ഇതൊക്കെ പഴയ തൗഹീദാണ് സഹോദരങ്ങളെ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത്. അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലാഹ് അവൻ ഏകനാണ്, അവൻ ഖിയാമും ബിൻ നഫ്സ് എന്ന വിശേഷണമുള്ളവനാണ്, സ്വയം നിലനിൽപ്പുള്ളവനാണ്. മറ്റൊരാൾ കൊടുത്തതല്ല അള്ളാഹുവിൻ്റെത്. അള്ളാഹു കൊടുക്കുന്നതിന് പരിധിയുമില്ല.
അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിച്ചത്? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല കയ്യും കണക്കുമില്ലാതെ കൊടുക്കുകയാണ്. അതിനുവേണ്ടി വഅദ് പറഞ്ഞവർ, അതിനുവേണ്ടി മജ്ലിസ് ഒരുക്കിയവർ, അതിനുവേണ്ടി എഴുതിക്കൂട്ടിയവർ. എന്താ പുതിയ തൗഹീദിന്റെ അവസ്ഥ? ലോകം മുഴുക്കെ അള്ളാന്റെ റസൂല് നിയന്ത്രിക്കുമെന്നൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞവൻ മുശ്രിക്കാണ് എന്നാണ് പുതിയ തൗഹീദ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് സാഹിത്യോത്സവ് തളിപ്പറമ്പിൽ നടക്കുമ്പോൾ കീശയിൽ ഒരു കടലാസ് വെച്ച് പേരോട് മൗലവി വന്നു. ആ കടലാസ് എടുത്ത് അയാൾ വായിച്ചു. വായിച്ചത് ശറഹുൽ മഖാസിദിന്റെ ഇബാറത്തായിരുന്നു, അല്ലാമ തഫ്താസാനിയുടെ. ഏതായാലും സാഹിത്യോത്സവം തുടങ്ങിയിട്ടുണ്ടല്ലോ കൊല്ലം. വലിയ സമ്മേളനം വരുമ്പോഴേക്ക് അടുത്ത ഇബാറത്തെടുത്ത് വായിക്കട്ടെ. അതിനും കൂടി പറ്റിയ സമയമാണല്ലോ. പുതിയ തൗഹീദ്, മാറ്റം വരികയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നവർ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലെല്ലാം നിയന്ത്രണമുള്ളവർ. ഇമാം ഇബ്നു ഹജർ പറഞ്ഞു, ഫീ ജമീഇ ശുഊനിഹി, എല്ലാ കാര്യങ്ങളിലും. എന്താ പുതിയ തൗഹീദ്? സ്റ്റേജിന്റെ റബ്ബ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ റബ്ബ് ഇതൊക്കെ പറയാം. എന്നാ റബ്ബുൽ മാൽ, ഇതുപോലെ മുദബ്ബിറുൽ ആലം, അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ചു പറയുന്നത് തൗഹീദിനെതിരാണ്, ശിർക്കാണ് എന്ന് AP സമസ്തയുടെ മുശാവറയുടെ സെക്രട്ടറി തന്നെ പ്രസ്താവിക്കുകയാണ്. അതിന് പല നാടകം ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഇപ്പം നമ്മൾ പുറത്ത് പറയണില്ല. ഈ വാദയാക്ക് തുടങ്ങിയപ്പോൾ ഇയാൾ ശറഉൽ മഖാസിദും പിടിച്ച് മർക്കസിലെ അബൂബക്കർ മുസ്ലിയാരുടെ റൂമിലെത്തി. മുമ്പരോട് പറഞ്ഞു, ഇതുവരെ നമ്മൾ പറഞ്ഞൊക്കെ വലിയൊരു തെറ്റുണ്ട് എന്നാ തോന്നുന്നത്, അതുകൊണ്ട് ഇത് ശിർക്കാണെന്ന് ഞാൻ പറയാൻ പോവാണ്. കാരണം തഫ്താസാനി പറഞ്ഞിട്ടുണ്ടല്ലോ, മുദബ്ബിറുൽ ആലം അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണമാണ്. അപ്പോൾ വല്യൂപ്പര് ചോദിച്ചു, അതിൻ്റെ അപ്പുറം ഒന്ന് വായിക്കുകയ്. വഖൽഖുൽ അജ്സാം, അത് അള്ളാഹിൻ്റെ മുഖ്തസാനയിലില്ലേ? അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ ഇന്നി അഖ്ലുഖു ലക്കും, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരുന്ന ഈസാ നബി പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് ശിർക്കാവൂലേ? ഗുരു തിരിച്ചു ചോദിച്ചു. അയാൾ വിട്ടില്ല. അയാൾ പറഞ്ഞു, അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല, ഇത് പറയുന്ന വേണമെന്ന്. ഗുരുവിനെ ഗണ്ണിച്ചു. പിന്നെ 2 മണിക്കൂറൊക്കെ മർക്കസിലും വീട്ടിലൊക്കെ ആയിട്ട് മൂപ്പര റൂം പൂട്ടിയിട്ടിട്ട് ഇയാളെ ക്ലാസ്സാണ്. ആര്? ശിഷ്യൻ ഗുരുവിന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അതിന്റെ ഫലം നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. എന്താണ് അയാൾ പറഞ്ഞത്? മുദബ്ബിറുൽ ആലമെന്ന് അല്ലാഹ് അല്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്. അപ്പൊ ഈ കാലത്ത് ഇതൊക്കെ പറഞ്ഞ അബൂബക്കർ മുസ്ലിയാരൊക്കെ ആരായി? അത് എഴുതി വെച്ച ഇമാമിങ്ങളൊക്കെ ആരായി? അത് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെയായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയ തൗഹീദ് തളിപ്പറമ്പിൽ നിന്നാണ് അത് പുറം ലോകം കണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു. അതൊന്ന് വന്നോട്ടെ. നമ്മൾ സാധാരണ ഈ റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ്, അതിന്റെ ഉടമസ്ഥൻ, നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബ്, അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഖാസിദിന്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ എഴുതിയത് കാണാം. വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാമി ഫീ അന്ന തദ്ബീറൽ ആലമി വഖൽഖൽ അജ്സാമി വസ്തിഖാഖൽ ഇബാദതി വഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസ്. അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ ലോകത്തിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, അതുപോലെ ഖരവസ്തുക്കൾ, അതുപോലെ ശരീരങ്ങൾ, തടികൾ, അതിന്റെ സൃഷ്ടിപ്പ്, വസ്തിഖാഖൽ ഇബാദതി, ഇബാദത്തിനുള്ള അർഹത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സംഗതികളുണ്ടല്ലോ. അതുപോലെ
അതാ ഖദീമായ നിലക്കു. അപ്പോ അദ്ദേഹം ശറഹുൽ മഖാസിദ് എടുത്തുകൊണ്ട് വന്ന് വായിക്കുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? മുദബ്ബിറുൽ ആലം എന്നത് അള്ളാഹുവിന്റെ പ്രത്യേക വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അത് മറ്റൊരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ തൗഹീദിനെതിരാണ്. അയാൾ പറഞ്ഞു ലോകത്തിന്റെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ആ പ്രശ്നം. അതേ സമയത്ത് ഒരു സ്റ്റേജിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറുതൊക്കെ ആവാം. ചെറിയ ചെറിയ മാലിക്കാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മുദബ്ബിറുൽ ആലം എന്ന് പറയുമ്പോൾ കുഴപ്പമാവും. ഇയാൾ കണ്ടുപിടിച്ച ഇയാളുടെ ന്യൂ തൗഹീദായിരുന്നു അത്. ഇതൊക്കെ നെല്ലിക്കുത്ത് ഉസ്താദ് പണ്ട് അഖീദത്തു സുന്നയിൽ മറുപടി പറഞ്ഞു പോയതാ. ഇതാർക്കാ മറുപടി അറിയാത്തത്? ഇവിടെ അള്ളാഹിന്റെ റസൂൽ ഗഫൂറാ, പിന്നെ റഊഫാണ്, റഹീമാണ്. ഖുർആനിലില്ലേ അള്ളയും റഊഫുർ റഹീമും അല്ലേ? അങ്ങനെ രണ്ടും ഒന്നാവോ? മുദബ്ബിറുൽ ആലം എന്ന് പറയുമ്പോൾ അള്ളാഹു തദ്ബീർ ചെയ്യുന്നൊരു രൂപമുണ്ട്. അതേതാ? ബിദ്ദാത്ത്, സ്വയം നിയന്ത്രണം. അള്ളാഹു മറ്റൊരാൾ കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല. ആ നിയന്ത്രണം അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അത് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്നാ കിതാബിലുള്ളത്. ഇയാളത് മാറ്റിയിട്ട് ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹു തആലാക്ക് വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ല. കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന വാദം ഇയാൾ കൊണ്ടുവരികയാണ്. ഈ വാദമനുസരിച്ച് നമ്മുടെ ഉലമാ പറഞ്ഞ ഓരോന്നും ഞാൻ എടുക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഫൈദുൽ ഖദീർ, ഉഅ്തീതു മഫാതീഹ ഖസാഇനിൽ അർളി വസ്സമാ, ലോകത്തുള്ള സർവ്വ നിയന്ത്രണങ്ങളും എനിക്ക് അല്ലാഹു തന്നു എന്നാണ് ആ പറഞ്ഞ ഹദീസിന്റെ അർത്ഥമെന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട ഹാഫിദുൽ മുനാവി തങ്ങൾ എഴുതി, അതുകൊണ്ടുള്ള മുറാദ് ഖസാഇനുൽ ആലം ബി അസ്രിഹി. കണ്ടോ, ലോകം മുഴുക്കെ ആർക്ക് നൽകപ്പെടുകയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവരൊക്കെ ശറഹുൽ മഖാസിദിൽ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ മുശ്രിക്കാവൂലേ? അത് തന്നെയല്ലേ റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇമാം ഇസ്മാഈലുൽ ഹിഖി തങ്ങൾ എഴുതി, അൽ മുതസ്വരിഫൂന ഫീമാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത സർവ്വ വസ്തുക്കളിലും അധികാരമുള്ളവരാണ് ഖാസുൽ ഖാസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാർ. അപ്പോ ഇസ്മാഈലുൽ ഹിഖി തങ്ങളെ തഫ്സീർ റൂഹുൽ ബയാൻ ശിർക്കിലായി. വഹാബിന്റെ അതേ പോക്കന്നെ. ഇവർക്കൊന്നും എന്തായി ശറഹുൽ മഖാസിദ് തിരിഞ്ഞില്ലേ? ആരാ അത് പറയാതെ പോയത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അജീബ തങ്ങൾ, അവരുടെ അൽ ബഹറുൽ മദീദാണിത്. ഇവിടെ മഹാന്മാ ഔലിയാക്കളുടെ അധികാരം പഠിപ്പിച്ചു. 59-ാമത്തെ പേജിൽ മഹാൻ അവിടെ പറഞ്ഞൊരു ലഫ്ളുണ്ട്, മിൻ അർശിഹി ഇലാ ഫർശിഹി, അല്ലാഹുവിന്റെ അർശ് മുതൽ ആ ഭൂമിയുടെ അടിത്തട്ട് വരെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ നിയന്ത്രിക്കും. ഇവരൊക്കെ മുശ്രിക്കായില്ലേ? മാത്രമല്ല AP സമസ്തന്റെ പുതിയ തൗഹീദ് അനുസരിച്ച് മഹാനരായ ഗൗസുൽ ആലങ്ങളും ഇതൊക്കെ നമുക്ക് നേരിട്ട് ചോദിക്കേണ്ടിയുണ്ട്. പണ്ട് വഹാബിനോട് ചോദിച്ചല്ലോ, ജബ്ബാർ മുശ്രിക്കായില്ലേ, ഷൗക്കാനി മുശ്രിക്കായില്ലേ, ഇമാം നബവി തങ്ങൾ മുശ്രിക്കായില്ലേ? ഇതേപോലെ എന്നെങ്കിലും AP സമസ്തയെ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ ഓരോന്നിന്റെയും മുഖത്ത് നോക്കി നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ തൗഹീദ് അനുസരിച്ച് ഈ കാണപ്പെട്ട ഇമാമിങ്ങളും മശായിഖുമാരും ഇവരൊക്കെയും മുശ്രിക്കായില്ലേ? ബഹുമാനപ്പെട്ട ഇമാം അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി അവരുടെ ഫത്ഹുർ റബ്ബാനിയിൽ ഔലിയാക്കളുടെ അധികാരം പറഞ്ഞപ്പോൾ വമിൻ മംലകതിഹി ദുനിയാഹു വ ഉഖ്റാ, ദുനിയാവും ആഖിറവുമെല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അധികാര പരിധിയിലാണ് എന്ന് എഴുതി വച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന തബഖാത്തുൽ ഔലിയായിൽ ഇബ്നുൽ മുലഖിൻ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഫീ ജമീഇൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളിലും അവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി അത് പച്ചയായി ബഹുമാനപ്പെട്ട ഇമാം റിഫാഇ തങ്ങളുടെ വാക്ക്, ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങളുടെ തബഖാത്തുൽ കുബ്രയുടെ 300-ാമത്തെ പേജ് എടുത്ത് നോക്ക്. ഔലിയാക്കളുടെ അധികാരം എങ്ങനെയെന്ന് നിനക്ക് മനസ്സിലാകും. മഹാനവറുകൾ വ്യക്തമായി ഔലിയാക്കളിൽ അൽ ഖുതുബായി വരുന്ന ആളുകൾ അതാ ഹത്താ ലാ തംബുതു ഷജറ വലാ തഖ്ലറു വറഖ ഇല്ലാ ബിനദരിഹി, ആ അവസ്ഥയിലുള്ള ഔലിയാക്കന്മാർ
അവരുടെ നോട്ടത്തിലല്ലാതെ ഒരു ഇലയും പച്ച പിടിക്കുന്നില്ല, ഒരു മരവും ഉളക്കുന്നില്ല. എന്ത് അനങ്ങുന്നുണ്ടെങ്കിലും അവരിലൂടെയാണത്. അവിടെ മഹാനായ റിഫായി ഷേഖ് പറയാ വഹുനാക യതകല്ലം അനില്ലാഹി തആല ബികലാം. അവിടെ എത്തിയ ഔലിയാക്കന്മാർ പല ഹഖായിഖുകൾ പറയും, വലിയ വലിയ സംസാരങ്ങൾ. അതൊന്നും പലർക്കും മനസ്സിലാവില്ല. ഫീ സാഹിലിഹി ഖൽഖുൻ കസീർ. പലരും ആ ബഹറിന്റെ തീരത്ത് മുങ്ങി ചത്തിട്ടുണ്ട്. പലരും ദഹബ ബിഹി ഈമാനു ജമാഅത്തിൻ മിനൽ ഉലമാ. പണ്ഡിതരാണെന്ന് പറയുന്ന പലരെയും ഈമാൻ പോയിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഫളലൻ അൻ ഗൈരിഹിം, മറ്റുള്ളവരുടെ കാര്യം പറയല്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ഔലിയാക്കന്മാരും ഇവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് ശിർക്കിൻ്റെ ആളുകളായി മാറൂലേ? എന്തൊരു അപകടമാണ് ഈ പറഞ്ഞ. അയാളെ ഗുരുനാഥൻ തന്നെ ശിർക്കിലായില്ലേ? മാസിവൽ ആലെന്ന് പറഞ്ഞ ഉള്ളാൾ തങ്ങളിപ്പ ശിർക്കിലായില്ലേ? AP സമസ്തയുടെ പുതിയ തൗഹീദ് അനുസരിച്ച് ആരാ തൗഹീദിലുണ്ടാകുക? ഒറിജിനൽ വഹാബിയുടെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, വഹാബിനും മറിച്ച് അല്ലേ മറികടന്നുപോയി. എവിടെ എത്തി ഇവരുടെ തൗഹീദിന്റെ ഊക്ക്? ശിർക്കാന്നാ പറഞ്ഞേ. കഴിഞ്ഞില്ല, പിന്നെ അയാൾ നടന്നു പറഞ്ഞു. തുടക്കം ആരെക്കുറിച്ചാ പറഞ്ഞു വന്നത്? മഹാനരായ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു. അവിടുന്ന് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് പോയി 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 റസൂലിനും ഇല്ല എന്നാണ് പറഞ്ഞു പോയി. ഒന്ന് വെച്ചു കൊടുക്കും. ആ അമേരിക്കയാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? പക്ഷെ ആളുകൾ ചിലപ്പം പറയും ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അമേരിക്ക ചില വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട് എന്നാ. ഇതുപോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊയിലാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എന്ത് ലോകമൊട്ടാകെ CM വലിയോ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകമൊട്ടാകെ CM വലിയോ നിയന്ത്രിക്കുന്നല്ല. ഞാൻ പറഞ്ഞതിന്റെ മാനം എന്താണ്? ലോകത്ത് ചില വിഷയങ്ങളിൽ ഔലിയാക്കൾ ഇടപെടും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഔലിയാക്കൾ ഇടപെടും. അങ്ങനെ ഇടപെടുക എന്നൊരു പരിപാടി. അതെങ്ങനെ? അത് സ്വന്തത്തിലുള്ളതല്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിലപ്പുറം ഒരു മാന ഒരു മുസ്ലിയാരും പറയൂല, ഒരു മുസ്ലിമും പറയൂല. ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത് CM വലിയാന്നും പറയൂല, ഒരു വലിയാണെന്ന് പറയൂല, റസൂലിയാന്നും പറയൂല. എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു തന്നെ. അതേ, യുദബ്ബിറുൽ അംർ, സർവ്വ വിഷയങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. ബിദ്അത്തിന്റെ പ്രസംഗമല്ലേ നടത്തുന്ന? ആർക്കും ഇല്ല എന്നാ പറഞ്ഞത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് നൽകപ്പെട്ടു മഫാത്തീഹ ഖസാഇനിൽ അർദ്, ലോകത്തിന്റെ നിയന്ത്രണം എന്നാ. ഇയാൾ പറയുന്നു അങ്ങനെ ഇല്ല. ഇല്ലാന്നല്ല, ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഓൻ ആരാകും? മുശ്രിക്കാവും. സുല്ലമിന്റെ അതേ പതിപ്പല്ലേ? സുല്ലമിന്റെ ഷാഫിഈ മദ്ഹബ് എന്ന ബുക്കിൽ പഴയ സുന്നികളെ കുറ്റം പറയുന്നുണ്ട്. അതിന് മുമ്പ് എടുത്തു പറയുന്നൊരു വാക്കുണ്ട്. പഴയ സുന്നികളുടെ വിശ്വാസം അയാൾ പറയാണ്, മലായിക്കത്തുൽ കിറാമിനെ നിയന്ത്രിക്കാൻ വരെ അധികാരം അല്ലാഹു ഔലിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാഫക്കിത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും ഇവിടുത്തെ മന്ത്രിമാരോ ഭരണാധികാരികളോ ആയിരുന്നില്ല. എന്നാലും അവർ വിളിച്ചാൽ പോലീസ് അവരെ സന്നിധാനത്തിലേക്ക് വരും. ഇത് അള്ളാഹു അവർക്ക് കൊടുത്ത സ്ഥാനമായിരുന്നു. സുന്നി വോയിസ് 1953. അന്ന് സുന്നികളെ വിശ്വാസം സുന്നി വോയിസിൽ എഴുതിയത് സുല്ലമി ഗണ്ണിക്കാൻ വേണ്ടി അയാളെ ഷാഫിഈ മദ്ഹബിൽ എഴുതി വെക്കുകയാണ്. ആ പഴയ കാലത്ത് ഇവിടെ പറഞ്ഞു പോകുന്ന വാദം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾക്ക് വരെ ലോകത്തിന്റെ അധികാരമല്ല ഉണ്ട് എന്ന് വിശ്വസിച്ചവൻ മുശ്രിക്കാണ്. AP സമസ്തന്റെ വാദം. ഇനി ഒന്നുകൂടി ആൾ കയറി പറഞ്ഞു. അതെന്താ? ഇത് റാഫിദിയത്തിന്റെ വാദമാണ്. അതും കൂടി കേട്ടോളൂ. അല്ല വിളിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങനെ എത്ര തെളിവ് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അതെ, ആ റാഫിദത്തിന്റെ വേറൊരു ടീം ഗുലാത്തുർ റാഫിദ അവരെന്ത് പറഞ്ഞു? അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്. എന്ത് പറഞ്ഞു? അതാ അല്ലാഹു തആല ലോകം പഠിച്ചു, എന്നിട്ട് ഫവ്വദ തദ്ബീറൽ ആലമി ലിഅലിയിൻ, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ ഖാലിഖു സാനി, അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടേ? ആരാ നിങ്ങളെ പടച്ചോന്? മടവൂരി ഞങ്ങളെ പടച്ചവനാന്ന് പറയുന്നത് ചില തരീഖത്ത് കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ റാഫിദത്തിന്റെ സന്തതികളാണ്. അതേപോലെ അല്ലാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവർ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അധികാരമുണ്ട് എന്ന് വാദിച്ചാൽ അത് റാഫിദത്തിന്റെ സന്തതികളാണ്. വെറുതെ ആ പാട്ട് അവിടെ ഫിറ്റാക്കിയാണ്, ഒരു കാര്യമില്ല. ആരാ പടച്ചോനെന്ന് പാടിയ ആളെന്നെ പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല.
ഞാനത് അള്ളാഹിൻ്റെ ഒരു പ്രതിനിധിയാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ സൈക്കിൾ എടുത്ത് കൂടുന്നത് എന്തിനാ? അപ്പം ഇയാൾക്ക് ഇവിടെ ലോകത്തിൻ്റെ നിയന്ത്രണം ഔലിയാക്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് റാഫിദിയത്തിൻ്റെ വാദമാണ് എന്ന് തെളിയിക്കണം. അപ്പം ഇയാൾ പഠിപ്പിച്ച ഇയാളുടെ ഗുരുക്കന്മാർ മുഴുവനും റാഫിദിയായില്ലേ? ഈ ഇമാമിയങ്ങളൊക്കെ റാഫിദിയായില്ലേ? റാഫിദിയത്തിൻ്റെ വാദം എന്താന്ന് നമ്മൾ എത്ര തവണ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. റാഫിദിയത്ത് പറയുന്ന എന്താ? അലിയാരെ കുറിച്ച് പറഞ്ഞിടത്ത് ഇലാഹുൻ സാനിൻ, രണ്ടാം ഇലാഹാണ്. കഴിഞ്ഞില്ലേ കഥ? പിന്നെ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉലൂഹിയത്ത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അതല്ലേ തൗഹീദിന് വിരുദ്ധം? അതല്ലേ ആ ശറഹുൽ ഖായിദിലും ശറഹുൽ മഖാസിദിലൊക്കെ പറഞ്ഞത് ഇഅ്തിഖാദു ശരീകി ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹാ. പഴയ കാലത്ത് കേൾക്കുന്ന നിർവചനമല്ലേ അത്? അപ്പൊ ഇവിടെ AP സമസ്ത എന്നത് എല്ലാ നിലക്കും അധപ്പതിച്ചു പോയി. മതപരമായും സാമൂഹികപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും. അതാ ഇനി വരാൻ പോകുന്നത്. എവിടെ പോയാലും ഇവരൊരു ചുക്കുമല്ലാതെ മാറി എന്നതല്ലേ നമ്മൾ കാണുന്നത്. ശംസുൽ ഉലമായുടെ കുരുത്തക്കേട് സംഭവിച്ചു പോയത്. ഇപ്പൊ നമ്മൾ എന്താ കേട്ടത്? നമ്മൾ എന്താ പഠിച്ചത്? 4 പ്രസംഗം ഞാൻ ആദ്യം കേൾപ്പിച്ചു. ഈ വിശാലമായിട്ടത് കേൾപ്പിച്ചെന്തിനാ അറിയോ? വേറെ ഒരുപാട് പറയാനില്ലാഞ്ഞിട്ടല്ല. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങൾ ഞാനത് നമ്പർ 8 ഓരോ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താ അത്? ലോകത്ത് അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളിൽ നിയന്ത്രണം നടത്തുന്നുണ്ടോ അതെല്ലാം അവൻ്റെ ആളുകളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആരെ നിയന്ത്രിക്കുന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഹൃദയങ്ങൾ വരെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ട് മടവൂര് പോയിട്ട് തന്നെ മുമ്പ് പറഞ്ഞു അത്. പക്ഷേ ശിഷ്യന്മാർ, മക്കൾ പലർക്കും ഫിത്നയായി വരും. തൗഹീദ് വരെ മാറ്റേണ്ടി വരും. മകന്റെ ഇടപെടൽ, അതേപോലെ ഈ ശിഷ്യന്റെ തുടരെയുള്ള ക്ലാസുകൾ. ഇന്നലെ ഞാൻ മിനിയാന്നത്തെ കാസർഗോഡ് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അയാൾ തെദ്ബീറിൻ്റെ മയനൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ തൗഹീദിലേക്ക് കടന്നിട്ടുണ്ട്. അയാൾ ഇവിടെ ഒരുപാട് പ്രസംഗിച്ചതാണല്ലോ ഫൽ മുദബ്ബിറാത്തി അംറാ. അപ്പം നേരിട്ട് ഫൽ മുദബ്ബിറാത്തി അംറക്ക് ഇനി അങ്ങനെ അർത്ഥമില്ലായിരുന്ന ആളുകൾ വിടൂല. അപ്പോൾ മൂപ്പരിങ്ങനെ പറയുകയാണെന്നല്ലേ മഹാനരായ മടവൂർ ഷെയ്ഖുനൊക്കെ, ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓല കാര്യത്തിന് വേണ്ടി എന്തോലും പറയും, സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്തും പറയും. അതാണല്ലോ ഷെയ്ഖുനാനെക്കുറിച്ച് വൽക്ക് ഏതിലാ ഒരു നിലപാടുള്ളത്. മടവൂർ ഷെയ്ഖുനാന്റെ കാര്യത്തിൽ തന്നെ അവരെന്തൊക്കെ പറഞ്ഞു വെച്ചു. ഇവിടെ ജതുബാണ് എന്ന് പറഞ്ഞു. മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ്. മാനസിക അസ്വസ്ഥത ഇല്ല എന്ന് പറഞ്ഞത് വരെ ആ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഓല സംഘടനയുടെ ഒരു കാര്യം പറയുമ്പോൾ അത് ഷെയ്ഖുൽ മശായിഖുകളാവും. ഇതിലെന്താ പറയുന്നറിയോ? മടവൂർ ഷെയ്ഖുന അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയാം മൂപ്പര് വെക്കുന്നത്? മടവൂർ ഷെയ്ഖ് വഫാത്തായി പോയതിന് ശേഷവും മടവൂർ ഷെയ്ഖുനയുടെ പേരിൽ ധാരാളം സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അവര് തദ്ബീർ ചെയ്യും എന്നതിൻ്റെ മഅന. പുതിയ മഅനയാണ്. എങ്ങനെയുണ്ട് അർത്ഥം? ഇവന് കുറച്ച് സ്ഥാപനം ഉണ്ടാക്കിയാൽ ആ സ്ഥാപനം ഇങ്ങനെ മൊയ്ലിയമാര് പെറ്റ് പെരുകുന്നുണ്ടല്ലോ. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറഞ്ഞത്. അപ്പൊ സ്ഥാപനം ഇല്ലാത്തോലോ ഇവരെന്നെ ഉണ്ടാക്കുമാണല്ലോ സ്ഥാപനം. ഓസുല്ലാനങ്ങൾക്കൊന്നും ഒരു തദ്ബീറും ഉണ്ടാവില്ല. കാരണം ഇവര് സ്ഥാപനം ഉണ്ടാക്കിയില്ലല്ലോ. റിഫായി ഷെയ്ഖിനുണ്ടാവില്ല, 4 ഇമാമിയങ്ങൾക്കുണ്ടാവില്ല. കേരളത്തിൽ തന്നെ ഇപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് ശംസുൽ ഉലമക്ക് ഇവലുണ്ടാക്കണല്ലോ സ്ഥാപനം. ഇവൽക്കൊന്നുമില്ലല്ലോ. ഏർന്ന് കിട്ടിയ അർത്ഥം അതൊക്കെ. മകനും അതേപോലെ തന്നെ ഈ വയസ്സുകാലത്ത് എന്തിനായി പണിക്ക് പോകണം? മിണ്ടാതെന്നൂടെ ഇതാ സ്വമത്ത നജാന്നല്ലേ. പച്ചയായ കള്ളത്തരം പറയാം. തദ്ബീറും ഇവരെ സ്ഥാപനം തമ്മിൽ എന്താ ബന്ധം? ഇവര് 4 ആൾ സ്ഥാപനം ഉണ്ടാക്കലാണോ ഔലിയാക്കളുടെ തദ്ബീർ എന്ന് പറഞ്ഞാൽ? അതാണ് ഞാൻ മൂപ്പരെ കൊണ്ട് തന്നെ അതിന്റെ അർത്ഥം നേരത്തെ പറയിപ്പിച്ചത്. അല്ലാഹു തആല എന്തെല്ലാം നിയന്ത്രണങ്ങൾ നടത്തുന്നുണ്ടോ
അതിലൊക്കെ നിയന്ത്രണമുള്ളവർ, അതൊന്നും ഇനി മറക്കാൻ പറ്റൂല. ഹൃദയത്തെ നിയന്ത്രിക്കുന്നവർ, മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നവർ ഈ പറഞ്ഞയിടത്തുനിന്ന് എന്തുകൊണ്ട് മാറി? അദ്ദേഹം പറയട്ടെ, പുതിയ പ്രസംഗം ഒന്ന് കേട്ടോക്ക്. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് സിയം വലിയുള്ളാഹി ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി അൽ മസ്ഹൂർ സിയം വലിയുള്ള മഹാനവറുകളുടെ പേരിൽ എത്ര നൂറുകണക്കായ മദ്രസകളും ദർസുകളും ഖുർആൻ പഠന കേന്ദ്രങ്ങളും തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊല്ലവും അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഫൽ മുദബ്ബിറാത്തി അംറൻ, ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ മഹത്തുക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ അർവാഹുകളും അവരുമാണ് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആ മഹത്തുക്കളുടെ പേരിൽ ഓരോ വർഷവും നൂറുകണക്കായ മദ്രസകളും ദർസുകളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാന്മാരുടെ കാരണത്താൽ ദർസും മദ്രസയും ദീനിയായ ഇൽമിൻ്റെ കേന്ദ്രങ്ങളുണ്ടാകുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നെ അങ്ങനെ പോവാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ സ്ഥാപനത്തിൽ നിന്നാ പറയുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ സ്ഥാപനങ്ങളുണ്ടായി. ഉള്ളാളത്ത് മദനി തങ്ങളുടെ പേരിൽ സ്ഥാപനങ്ങളുണ്ടായി. ആ മഹാന്മാരുടെ കാരണത്താൽ ഇങ്ങനെയുള്ള ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞ ഫൽ മുദബ്ബിറാത്തി അംറ, അവർ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതൊന്നുകൂടി വ്യക്തതയിൽ പറയാണ്. നോക്കൂ നിങ്ങൾ, എവിടെ എത്തി കാര്യം? എന്തായിരുന്നു ഫൽ മുദബ്ബിറാത്തി അംറക്ക് നേരത്തെ വിശദീകരിച്ചിരുന്നത്? അള്ളാഹു നിയന്ത്രിക്കുന്ന എല്ലാ വസ്തുക്കളും, അതിലൊക്കെ നിയന്ത്രണമുള്ളവർ, ഹൃദയത്തെ വരെ നിയന്ത്രിക്കുന്നവർ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവർ, മലക്കുകളെ വരെ നിയന്ത്രിക്കുന്നവർ. ഇപ്പൊ പറയുന്നു ഒരു വഫാത്തായി പോയതിന് ശേഷം ഓല കാരണത്താൽ പല സ്ഥാപനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നു. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ഉറപ്പായില്ലേ? അദ്ദേഹത്തിന് ഇടക്കാലത്ത് അസുഖം വന്നു. പഴയ കാലത്ത് അയാളൊരു വിഷയം സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെ പറയാം? വളരെ ശക്തമായി വാചാലതയിൽ ഓരോന്നും ദലീലും തെളിഞ്ഞ് ഫൽ മുദബ്ബിറാത്തി അംറ, മക്കളെ കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ആളുകളെ മനസ്സിലേക്ക് കയറുന്ന രൂപത്തിൽ അന്നൊക്കെ നല്ല ആ വിഷയത്തിൽ ഒരു കഴിവ് നൽകപ്പെട്ടിരുന്നല്ലോ. പിന്നീട് അസുഖമായി. ആ കഴിവ് അല്ലാഹു എടുത്തു കളഞ്ഞു. എന്താ എടുത്തു കളയാനുള്ള കാരണം എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ കഴിവ് ഇന്നും അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം മകന് വേണ്ടി, ശിഷ്യന് വേണ്ടി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങൾ വരെ മാറ്റിമറിച്ച് പ്രസംഗിച്ച് ആളുകളെ വസ്വാസാക്കും എന്നതുകൊണ്ടാണ് ആ കഴിവ് തന്നെ മശായിഖുമാർ എടുത്തു കളഞ്ഞത് എന്ന് ലോകർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ മൂപ്പര് പറഞ്ഞ എല്ലാവർക്കും തിരിയും അത് ശിഷ്യനും മോനും പറഞ്ഞു കൊടുത്തതാണ്. ആ പറച്ചിൽ കേട്ടാൽ തന്നെ മനസ്സിലായി. പറയാൻ പറ്റിയ കാലത്ത് മൂപ്പര് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നയാളെ എഴുതി കൊടുത്തത് വായിക്കുകയാണ്, പേരോട് പറഞ്ഞു കൊടുത്തതാ. ഫൽ മുദബ്ബിറാത്തി നിങ്ങൾ ഒരുപാട് ഓതിപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞേക്കിയത്. മടവൂര് ഷെയ്ഖിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിറാജുലുദ ഉണ്ടാക്കിയതാണ്, നമ്മൾ മർക്കസ് ഉണ്ടാക്കിയതാണ്, CM സെന്ററുകൾ വന്നതാണ്. അപ്പൊ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ? നിങ്ങളാരും CM സെന്റർ ഉണ്ടാക്കിയില്ല, ഒരു മർക്കസും ഇവിടെ ഉണ്ടായില്ല. എന്നാ മടവൂര് ഷെയ്ഖുനാക്ക് തദ്ബീറില്ലേ? എന്താ ചങ്ങായിമാരായി പറയുന്നത്? ഇവിടെ സ്ഥാപനങ്ങളുള്ള ആളുകൾ എത്ര ഉണ്ട്, ഇല്ലാത്ത ആളുകൾ എത്ര ഉണ്ട് ഇവിടെ? കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അതേപോലെ അവിടുന്ന് അങ്ങോട്ട് എണ്ണി നോക്ക്.
ഇനി ഔലിയാക്കളിലേക്ക് പോയാൽ വലിയ വലിയ പ്രഗത്ഭരായ ഔലിയാക്കന്മാര്, റിഫായി ഷേഖിന്റെ പേര് നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കിനോ? അവർക്ക് തദ്ബീറില്ലേ? ഏടുന്ന് കിട്ടിയ അർത്ഥമായി ഈ തദ്ബീറിന്? അങ്ങനെ റാസി പറഞ്ഞ് അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഈ മർക്കസ് ഉണ്ടാക്കലാണ്. സുന്നിയായിരുന്ന കാലത്ത് മൂപ്പർക്ക് ഇത് പറയാൻ കഴിയോ? സുന്നിയായിരുന്ന കാലത്ത് ഔലിയാക്കളെ മഖാമിന്റെ മുന്നിൽ പോയി അഖ്താബീങ്ങളെയും അതുപോലെയുള്ള ഔലിയാക്കളെയും വെല്ലുവിളിക്കാൻ കഴിയോ? അപ്പൊ സ്വന്തം നേതാവിനടക്കം ഇത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മൂപ്പര ഗുരുവര്യരായ ശംസുൽ ഉലമ അന്നേ പറഞ്ഞ് ഈ സാധനം സുന്നിയല്ല.